ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു വെജിറ്റബിൾ കുറുമ ചെയ്താലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ഒരു സവാള, ജിഞ്ചർ ഗാർലിക്ക്, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും പിന്നെ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണയും ഉപ്പും. മസാലകളിൽ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, അതുപോലെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല, അതും ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മതി. അത് കൂടാതെ പട്ട, ഗ്രാമ്പു, അതും ഇച്ചിരി മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി ഞാൻ 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ വെളിച്ചെണ്ണയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ സവാള മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു കൊടുക്കുക. എല്ലാം ചെറുതായിട്ട് കൊത്തി അരിയണം കേട്ടോ. അതുപോലെ തന്നെ ഇനി നമ്മൾ പൊട്ടാറ്റോ ആണ് അരിയുന്നത്. പൊട്ടാറ്റോ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് അരിയണം. അപ്പോൾ കുറുമക്ക് നമ്മൾ അരിയുമ്പോൾ എല്ലാം ചെറിയ ചെറിയ കഷ്ണമായിട്ടാണ് അരിയേണ്ടത്. ലാസ്റ്റിൽ അതിൽ കുറച്ച് മാഷ് ചെയ്യാൻ പറ്റണം. ആ ഒരു അളവിലാണ് അരിയേണ്ടത്, ആ ഒരു വലിപ്പത്തിലാണ് അരിയേണ്ടത്. അപ്പം നമ്മൾ ഇതുപോലെ അടുത്തതായിട്ട് ക്യാരറ്റ് അരിയുന്നുണ്ട്. അതും ഇതുപോലെ ഫസ്റ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ബീൻസും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. എല്ലാ കഷ്ണങ്ങളും വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. അതേപോലെ കോളിഫ്ലവറും നമുക്ക് അതിൻ്റെ ബാക്ക് തണ്ട് ഭാഗമൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. അത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ അതിൻ്റെ ആ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു കുക്കറാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയൊരു കുക്കർ മതി. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച് എല്ലാ ചേരുവകളും ഇടണം. അതിന് മുന്നേയായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒരു 2 to 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സവാള, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം ബ്രൗണൊന്നും ആവണ്ട, പക്ഷേ നമുക്ക് കുറച്ചൊന്ന് മൂത്ത് വരണം. അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. കാരണം ഒരുപാട് പച്ചക്കറി നമുക്ക് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കുറുമയാക്കുമ്പോൾ അതിനകത്തേക്ക് കാഷ്യൂ ഒക്കെ അരച്ച് ചേർത്ത് കുറച്ച് ഹെവി ആയിട്ടാക്കും. ഇത് വീട്ടിൽ തന്നെ ആക്കുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് ആക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഇത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ആവും. പച്ചയായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ എണ്ണയിൽ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ എങ്കിലും ഇത് വേവിക്കണം. ഈ കറി ചപ്പാത്തിയുടെ ഒന്നിച്ചും അതുപോലെ തന്നെ അപ്പം, ദോശ, ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഞായറാഴ്ച ദിവസമൊക്കെ ഇത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചിരവി വെച്ച തേങ്ങ ജാറിലേക്ക് മാറ്റുകയാണ് അരയ്ക്കാൻ വേണ്ടി. അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. ഇതാണ് ഇതിന് ആ ഫ്ലേവർ കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം. വളരെ സ്മൂത്ത് ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. ഇനി നമ്മളുടെ ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ട് ഇതിൻ്റെ ഒരു വേവ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കണ്ടോ, ഇതുപോലെ എല്ലാ കഷ്ണവും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്യുക. ഒരുപാട് ചെയ്യണമെന്നില്ല, എന്നാലും കഷ്ണങ്ങളൊന്ന് ഇച്ചിരി മാഷ് ചെയ്യുമ്പോഴാണ് എപ്പോഴും കറിക്ക് അതൊന്ന് ബ്ലെൻഡായി കിട്ടുക. ഇതിനകത്തേക്ക് നമ്മളിപ്പോഴും അരച്ച് വെച്ച് ആ തേങ്ങയും പെരിഞ്ചീരകത്തിൻ്റെ അരപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഇച്ചിരി ഇട്ട് കൊടുക്കുക. വളരെ ശകലം മതി, ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ അരപ്പ് ഒന്ന് തിളക്കുന്ന വരെ ഇത് കുക്ക് ചെയ്യണം.
അപ്പം നന്നായിട്ടൊരു തിള വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കുറച്ച് ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാണ്. ഫാൻസി ആയിട്ടൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഷ്യൂ നട്ട്സോ അല്ല അങ്ങനെയൊന്നും അരച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വീട്ടിലുള്ള ചേരുവകളുകൊണ്ട് സിമ്പിളായിട്ട് ആക്കിയതാണ്. അപ്പം നമ്മളിതൊരു ബൗളിലേക്ക് സെർവിങ് ബൗളിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്